ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പാത്രങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട്, പാത്രങ്ങളെ കുറിച്ചിട്ടൊക്കെ കമൻസ് കാണലുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ ആ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തലുണ്ട് കേട്ടോ. അപ്പം കുറച്ച് പാത്രങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ഈ കുർക്കുമാസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു വൈറ്റ് ഗ്രാനൈറ്റ് സെറ്റാണ് കേട്ടോ. ഇതിപ്പം 4 പാത്രം വരുന്നത്, ടോട്ടൽ 7 സെറ്റാണ്, 7 പീസ് സെറ്റാണ് ഇത് വരുന്നത്. അത് ലിഡ് അടക്കമാണ് കേട്ടോ ഇവർ ഈ ഒരു ബോക്സിൽ മെൻഷൻ ചെയ്യൽ. അപ്പം ഇതാണ് ഇതിൻ്റെ ഏറ്റവും ചെറിയ സൈസ് വരുന്നത്. ഈ ഒരു കുർക്കുമാസിൻ്റെ ഈ ഒരു ഗ്രാനൈറ്റ് സെറ്റ് കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. ഇതിൻ്റെ കളറായാലും കാണാനായാലും എല്ലാം നല്ല നല്ല ക്യൂട്ടാണ്. അതുപോലത്തെ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. ചെറിയ കറിയൊക്കെ വെക്കാനോ അങ്ങനെയൊക്കെ വേണ്ടി ഒരു ചെറിയ സൈസ് എടുക്കുക. പിന്നെ വലിയ രീതിയിൽ വെക്കണമെങ്കിൽ അങ്ങനെയുണ്ട്. പിന്നെ 2 പാനും, ഒരു പാനും കുറച്ച് വെയ്ഡായിട്ടുള്ള ഒരു പാത്രം കൂടി ഇതിലുണ്ട്. അപ്പോൾ ഇത് 4 നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതിപ്പോൾ ഒന്ന് 3 ലിറ്ററും പിന്നൊന്ന് 5 ലിറ്ററും പിന്നൊന്ന് 2.5 ലിറ്റർ പിന്നൊന്ന് 3.5 ലിറ്റർ അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ സൈസൊക്കെ വരുന്നത്. ഇത് വൈറ്റ് അല്ല, ഒരു ലൈറ്റ് ബേജ് കളർ ആ ഒരു ഗ്രാനൈറ്റ് സെറ്റാണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ലിഡില്ലേ, ഈ ഒരു വൈഡായ പാത്രത്തിന് യൂസ് ചെയ്യുക, അത് അതിന് വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പാനിനും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് രണ്ടും എടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു പാത്രത്തിൻ്റെ ബാക്കിൽ തന്നെ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കുർക്കുമാസ് ബ്രാൻഡിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നുണ്ട്, നോൺ സ്റ്റിക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇതുപോലത്തെ ഗ്രാനൈറ്റ് സെറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് അടുത്തതായിട്ട് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഈ ഒരു സെറ്റാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഒരു പാത്രം സെറ്റ് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കാണാൻ നല്ല ക്യൂട്ടാണ്, യൂസ് ചെയ്യാനും അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഭംഗി ഇതിൻ്റെ ഈ ഒരു ഹാൻഡിലും, ഈ ഒരു ലിഡിൽ വരുന്ന ഹാൻഡിലും, ഈ ഒരു സൈഡിൽ കൊടുത്ത ഹാൻഡിലിൻ്റെ കളറൊക്കെ നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതാ. പിന്നെ ഇതിൻ്റെ 5ഉം നല്ല സൈസാണ്, നമുക്ക് ചെറുത് മുതൽ വലുത് വരെയുണ്ട്. അപ്പോൾ ഇത് സോഫാം എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരുപാട് ബ്രാൻഡ് ഉണ്ട്. ഈ ഒരു ബ്രാൻഡും ഈ ഒരു പാത്രവും നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ അടിക്ക് പിടിക്കുക അങ്ങനെ സ്റ്റെയിൻലെസ് സ്റ്റീലാണുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് അടിയിൽ പിടിക്കുമോ എന്നൊക്കെ ഉള്ളത്. ചില ഇത് പിടിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ഇതൊക്കെ നല്ല അടിപൊളി ബ്രാൻഡായതുകൊണ്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സെറ്റിൽ വരുന്ന എല്ലാ പാത്രങ്ങളും നല്ല യൂസ്ഫുള്ളാണ്. ഒന്നുപോലും ഒരു വേസ്റ്റായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. നമുക്കിപ്പോൾ വലിയ ആവശ്യത്തിന് കുറച്ചധികം വെക്കുമ്പോഴായാലും അല്ലെങ്കിൽ കുറച്ച് ചെറിയ രീതിയിലാക്കുമ്പോഴായാലും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അളവും കാര്യങ്ങളെല്ലാം കേട്ടോ ഈ ഒരു പാത്രത്തിൻ്റെ ഈ ഒരു സെറ്റിൽ വരുന്നത്. പിന്നെ ഇതാ ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു പാത്രമാണ് ഇതിനെക്കുറിച്ചിട്ട്. ഇത് ഞാൻ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിന്, പിന്നെ എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി പറയുന്നതാണ് കേട്ടോ. ഇത് പിന്നെ ടീഫൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പാത്രമാണ്. ഇത് കാസ്റ്റ് അലുമിനിയമാണ് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ വരുന്നത്. ഇത് യൂസ് ചെയ്യാനില്ലേ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരുപാട് സെറ്റ് ഉണ്ട്, പാനുണ്ട്, അതുപോലെ തന്നെ ഇതിലും വലിയൊരു സൈസിലുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു പാനും ഈ ഒരു പാത്രമാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് വാങ്ങിയപ്പം തന്നെ യൂസ് ചെയ്തപ്പം തന്നെ നല്ല അടിപൊളിയായി തോന്നിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മറ്റുള്ള സെറ്റെല്ലാം വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതിൻ്റെ ഈ ഒരു പാനും, ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനായാലും കുക്ക് ചെയ്യാനായാലും എല്ലാത്തിനും അടിപൊളിയാണ്. അടുത്തത് ഇപ്പോൾ ഇതാ ഈ ഒരു യെല്ലോ സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ കളർ കണ്ടു കഴിഞ്ഞാൽ ആരും എന്തായാലും ശ്രദ്ധിക്കാണ്ടിരിക്കില്ല, കാണാൻ നല്ല ഭംഗിയില്ലേ അല്ലേ. അപ്പം ഇത് ഹോം സെൻറ്ററിൻ്റെ ആണ് കേട്ടോ വരുന്നത്. 2 പാത്രവും പ്ലസ് ഒരു ലിഡും അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിന് ഈ ഒരു ലിഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊന്ന് 5 ലിറ്ററിൻ്റെയും അതുപോലെ തന്നെ ഒന്ന് 3 ലിറ്ററിൻ്റെ ആണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ തന്നെ 2 കളറുണ്ട് ഹോം സെൻറ്ററിൽ, ഒന്നൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡും പിന്നെ ഈ ഒരു യെല്ലോ കളറും. ഇതിൻ്റെ ഈ കളറ് കാണാനില്ല നല്ല ഭംഗിയുണ്ട്, അങ്ങനെ എടുത്തതാണ് കേട്ടോ. യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. ഇതിപ്പോൾ കാസ്റ്റ് അലുമിനിയം മെറ്റീരിയലാണ് വരുന്നത്.
ഇതിപ്പോൾ ഇതാ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വേറൊരു ബ്രാൻഡാണ് കേട്ടോ. ഇതിപ്പം കാലിഫോർന്ന് എടുത്തതാണ്. അവിടെ ഇങ്ങനത്തെ ഒരുപാട് ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നല്ല മെറ്റീരിയലൊക്കെ നോക്കി എടുക്കുന്നതാണെങ്കിൽ നമുക്ക് കുറച്ച് കാലം കൂടി യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇതാ ഈ ഒരു സൊഫാം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഏറ്റവും ചെറിയൊരു സൈസ് കാണിച്ചിട്ടില്ലേ, സെയിം സൈസ് തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ സൈസ് ചെറിയ സൈസിനും വലിയ സൈസിനും വലിയ പ്രൈസ് വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. ചെറിയൊരു വ്യത്യാസമേ വരുള്ളൂ. കാരണം ഇത് കാണാൻ നല്ല ക്യൂട്ടാണല്ലോ. അപ്പോൾ പ്രൈസിൽ വലിയ വ്യത്യാസമൊന്നും കാണലില്ല. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പാത്രം ഗ്രാനൈറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെയും കളർ കാണാൻ നല്ല ഭംഗിയാണ്, യൂസ് ചെയ്യാനും നല്ലതാണ്, കുറച്ച് വൈഡായിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പാത്രം യൂസ് ചെയ്തിട്ടാണ് മിനിഞ്ഞാന്ന് പാസ്ത ഉണ്ടാക്കിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോഴും എല്ലാവരും ചോദിച്ചിട്ടുണ്ടായി ഇത് യൂസ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത്. യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. പിന്നെ ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്നുള്ളത് മറന്നുപോയി. കാരണം നമ്മൾ ഒരുപാട് പാത്രങ്ങൾ ദുബായിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഷോപ്പ് എവിടെ നിന്നാണെന്നുള്ളത് മറന്നുപോയി. പിന്നെ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്, പക്ഷെ മിക്ക പാത്രങ്ങളും ദുബായിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് അങ്ങനെ കാർഗോ അയച്ചതാണ് കേട്ടോ. പിന്നെ ഇത് വീണ്ടും ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ ഒരു പാത്രമാണ്. ഇത് സൊഫാം എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡില്ലേ, അതിൻ്റെ വേറൊരു മോഡലാണ് കേട്ടോ. സെയിം ബ്രാൻഡ് തന്നെയാണ്. ഇത് ഏറ്റവും ചെറിയ സൈസാണ് കേട്ടോ. നേരത്തെ ഇപ്പോൾ ഒരു ബ്ലൂ ഹാൻഡിലൊരു പാത്രം കാണിച്ചിട്ടുണ്ടായില്ലേ, അപ്പോൾ അതിലും ചെറിയൊരു സൈസാണ് കേട്ടോ ഇത് വരുന്നത്. ഇനിയിപ്പോൾ ഈ രണ്ട് ബ്ലാക്കില്ലേ, ഈ ഒരു രണ്ട് പാനും ഇതിങ്ങനെ സെറ്റായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇത് രണ്ടും കാസ്റ്റിൻ്റെ തന്നെയാണ്. പിന്നെ ഇത് പാൻ ഫർണിച്ചറിൻ്റെ ബൈക്ക സീക്രട്ടിൻ്റെയാണ്. അപ്പോൾ ഇത് എന്താ പറയുക, നമുക്കിങ്ങനെ ഫ്രൈ ചെയ്യാനും അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും സ്നാക്സ് ഇങ്ങനെ മുക്കി പൊരിക്കൂലേ, അതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രമാണ് കേട്ടോ. പഴം പൊരിക്കാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യൂലേ, അപ്പോൾ അതിനൊക്കെ ബെസ്റ്റാണ്. ഇതിൻ്റെ ഒരു കുറച്ച് ചെറിയൊരു സൈസാണ് ഈ ചെറിയൊരു പാൻ വരുന്നത്. ഇതും സോഫാം എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ. ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ പുറത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ പാത്രം കാണാൻ നല്ല ഭംഗിയില്ലേ. നമുക്ക് പാലൊക്കെ ബോയിൽ ചെയ്യാനും ജ്യൂസ് ലിക്വിഡ് ഐറ്റംസ് എല്ലാം ഒഴിച്ച് വെക്കാനും നല്ല അടിപൊളിയാണ്. പിന്നെ ഈ ഒരു ബ്രാൻഡും നല്ലതാണ് കേട്ടോ. ആർക്കെങ്കിലും പുതിയ ഇങ്ങനത്തെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡ് ചൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇതേ സെയിം മോഡലിൽ ഇതിൻ്റെ നോൺ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതും വേറൊരു ബ്രാൻഡിൻ്റെ നോൺ സ്റ്റിക്കിൽ വരുന്ന ഒരു പാത്രമാണ്. ഇത് ട്രമോണ്ടിനേൻ്റെ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നില്ല. ആ ഒരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലിയ സൈസുള്ളൊരു പാത്രമാണ് കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ ചെറുതും വരുന്നുണ്ട്. ഇതിലിപ്പോൾ ഒരു 1.5 കപ്പോ അല്ലെങ്കിൽ കൂടിയ 2 കപ്പ് അത്രേ പിടിക്കുള്ളൂ. ഇത് അത്രയും ചെറിയൊരു സൈസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കാണാനും നല്ല രസമല്ലേ, അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇതെല്ലാം. പിന്നെ ഇതും ഒരു ചെറിയൊരു സൈസിൽ വരുന്ന ഒരു പാത്രമാണ് കേട്ടോ. വളരെ ചെറിയതാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു 2 മുട്ടയൊക്കെ ബോയിൽ ചെയ്യാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഷെഫ്ലെ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. അതുമാത്രമല്ല, നമുക്കിപ്പോൾ പെട്ടെന്ന് കാച്ചി വയ്ക്കാനൊക്കെ എണ്ണയൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര എന്താ പറയുക വൈഡായിട്ടുള്ള പാത്രങ്ങൾ യൂസ് ചെയ്യില്ലേ, അപ്പോൾ മൊത്തത്തിൽ സൈഡിലൊക്കെ തെറിക്കും. ഇതുപോലത്തെ കുറച്ച് ഹൈറ്റിലുള്ള പാത്രം യൂസ് ചെയ്യുന്നതാണെങ്കിൽ സൈഡിലൊന്നും ഇങ്ങനെ ഓയിലൊന്നും സ്പ്രെഡ് ആവില്ല. അപ്പം പാത്രങ്ങളൊക്കെ ചെറുതാണെങ്കിലും ഇത് യൂസ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. കാണാനുള്ള ഭംഗി മാത്രമല്ല യൂസ്ഫുള്ളും ആണ്. പിന്നെ ഈ ഒരു പാത്രം എനിക്ക് എന്താ പറയുക വാങ്ങിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നി. ഇനി ഇതിൻ്റെ ബ്രാൻഡും കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ല. ഇതിലിപ്പോൾ സീബ്ര എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇത് നല്ലൊരു യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നു. കാരണം ഇതിൽ തന്നെ എന്താ പറയുക, ഇതിൻ്റെ സ്ട്രൈനർ അടക്കം ഈ ഒരു അരിപ്പ അടക്കം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ചായ അരിക്കാൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജ്യൂസൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അത് കാണാനും നല്ല അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ വിചാരിച്ച് എന്തായാലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ഈ ഒരു ഐറ്റം കൂടി കാണിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് നമ്മൾ അരിച്ച് കഴിഞ്ഞാൽ ഈ അരിപ്പ മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ലിഡ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെക്കാനും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ സെർവിങ് ട്രേസും പ്ലേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചതുണ്ട്. അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല, വേറൊരു വീഡിയോയിൽ ചെയ്യാം. പിന്നെ വിട്ടുപോയ കുക്കിംഗ് സെറ്റൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.